റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പ്രേക്ഷകരെ, ഇതാണ് സത്യം. റിപ്പോർട്ടർ TV ബാർക്ക് തട്ടിപ്പ് നടത്തിയെന്നത് വ്യാജ വാർത്ത. 24 ന്യൂസിനെതിരെ കേസെടുത്ത് പോലീസ്. ശ്രീകണ്ഠൻ നായർ ഒന്നാം പ്രതിയും ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ് രണ്ടാം പ്രതിയുമായാണ് കേസ്. ബാർക്ക് കോഴ സ്ക്രീൻഷോട്ട് വ്യാജമെന്നാണ് നിർണായക കണ്ടെത്തൽ. വ്യാജരേഖ ചമച്ചതിന് കളമശ്ശേരി പോലീസ് കേസെടുത്തു. $100 കോടി ക്രിപ്റ്റോ കറൻസി നൽകിയില്ലെന്നാണ് പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. എഫ്ഐആറിൽ ഗുരുതരമായ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 24 ന്യൂസ് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി, മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തു, വ്യാജ ചാറ്റുകൾ നിർമ്മിച്ചു, കൃത്രിമമായി വിവരങ്ങൾ ചേർത്തു, 100 കോടിയെന്ന് എഴുതി ചേർത്തു, കൈക്കൂലിയെന്ന് വ്യാജ പ്രചാരണം നടത്തി. റിപ്പോർട്ടർ ന്യൂസ് ചാനലിന്റെ വിശ്വാസ്യത തകർക്കാനും നഷ്ടമുണ്ടാക്കാനുമാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നാണ് എഫ്ഐആർ പറയുന്നത്. 25 മുതൽ 100 കോടി വരെ നഷ്ടമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഒന്നാം പ്രതി ശ്രീകണ്ഠൻ നായർ, രണ്ടാം പ്രതി ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ്, ഫ്ലവേഴ്സ് സിഇഒയും 24 ന്യൂസ് വൈസ് പ്രസിഡന്റുമായ C ഉണ്ണികൃഷ്ണൻ മൂന്നാം പ്രതി, എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനാണ് നാലാം പ്രതി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ B ദിലീപ് കുമാർ അഞ്ചാം പ്രതി, 24 ന്യൂസ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് ആറാം പ്രതിയായാണ് ഈ എഫ്ഐആറിൽ വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി TV പ്രസാദും റോഷിപാലും ശ്യാം ദേവരാജും സായ്കുമാറും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, റിപ്പോർട്ടർ എന്ന ന്യൂസ് ചാനലിന്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണം നടത്തുന്നതിനായി വ്യാജരേഖകൾ ചമച്ചു എന്നതാണോ ഈ പരാതിയിൽ പറയുന്നത്? എഫ്ഐആറിന്റെ കേസിന്റെ ഉള്ളടക്കം എന്താണ്? അതിഗുരുതരമായ കണ്ടെത്തലാണ് കളമശ്ശേരി പോലീസ് നടത്തിയിരിക്കുന്നത്. സുജിയ, അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതുപോലെ ബാർക്കിൽ എന്തോ കൃത്രിമം വരുത്തുന്നതിന് വേണ്ടി 100 കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി കൈക്കൂലി കൊടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് 24 ന്യൂസ് ചാനൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അത് പൂർണ്ണമായും വ്യാജമാണ് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം. വ്യാജമായി വാട്സപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ നിർമ്മിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീകണ്ഠൻ നായരുടെ മകൻ ശ്രീരാജ്, അതുപോലെ അവിടുത്തെ ചാനലിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എഫ്ഐആർ കൂടി ഒന്ന് വായിക്കാം സുജിയ, എങ്കിൽ മാത്രമേ അതിന്റെ കൃത്യമായ ഗൗരവം പ്രേക്ഷകർക്ക് ബോധ്യമാകൂ. എഫ്ഐആർ ഇങ്ങനെയാണ്: പ്രതികൾക്ക് ആവലാതിക്കാരനെയും ടിയാന്റെ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിനെയും ചതി ചെയ്ത് പ്രതികൾക്ക് അന്യായ ലാഭവും ആവലാതിക്കാരന് അന്യായ നഷ്ടവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി 1 മുതൽ 6 വരെ പ്രതികൾ, അതായത് ശ്രീകണ്ഠൻ നായർ മുതലുള്ള 6 വരെ പ്രതികൾ ചേർന്ന് ആവലാതിക്കാരന്റെ സ്വകാര്യവും സുരക്ഷിതവുമായ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്ത് വാട്സപ്പ് ചാറ്റുകൾ ചോർത്തിയെടുത്ത് അതിൽ കൃത്രിമമായി പല വിവരങ്ങളും കൂട്ടിച്ചേർത്തും ആവലാതിക്കാരൻ ബാർക്ക് ജീവനക്കാരന് 100 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ വ്യാജ ചാറ്റുകൾ നിർമ്മിച്ച് 27/11/2015 തീയതി മുതൽ 2/12/2025 തീയതി വരെ 24 ന്യൂസ് ചാനൽ വാർത്തയിലൂടെയും സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിച്ച് ആവലാതിക്കാരനും ടിയാന്റെ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിനും 25 കോടി രൂപയുടെ പ്രത്യക്ഷ നഷ്ടവും 100 കോടി രൂപയുടെ പരോക്ഷ നഷ്ടവും ഉണ്ടാക്കി പ്രതികൾ ആവലാതിക്കാരനെ ചതി ചെയ്തു എന്ന കാര്യം. അതായത് സുജയ, ആ സ്ക്രീൻഷോട്ട് 24 ന്യൂസ് പ്രചരിപ്പിച്ച ആ സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കിയതാണ് എന്ന കണ്ടെത്തലിലേക്ക് പോലീസ് എത്തുന്നു. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. നിർണായകമായ കണ്ടെത്തലാണ് ഉണ്ടായിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനെ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ, പണം കൊടുത്തിട്ടാണ് റേറ്റിംഗ് ഉണ്ടാക്കുന്നത് എന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരുപാട് നാളായി ശ്രീകണ്ഠൻ നായരും 24 ന്യൂസ് ചാനലും നടത്തിയ ഇടപെടലാണ്, തട്ടിപ്പുകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. പുറത്തു വന്ന സ്ക്രീൻഷോട്ടുകൾ പ്രകാരം റിപ്പോർട്ടർ ചാനലിന്റെ ഉടമയായ ആന്റോ അഗസ്റ്റിൻ 100 കോടി രൂപ ഒരു പ്രേംനാഥ് എന്ന് പറയുന്ന ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥന്
വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് റേറ്റിംഗ് സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. സുജയ, നമുക്കറിയാവുന്നത് പോലെ രാജ്യത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം വരുന്ന പരസ്യദാതാക്കളെ കണ്ടെത്തുന്നതിനുള്ള മാനദണ്ഡമായ ബാർക്കിന് വാട്സപ്പ് ചാറ്റിലൂടെ 100 കോടി രൂപ ക്രിപ്റ്റോ കറൻസിയായി കൊടുത്തുകൊണ്ട് ആന്റോ അഗസ്റ്റ്യൻ റിപ്പോർട്ടർ ചാനലിന് റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന വാർത്തയായിരുന്നു ഒരു സ്ക്രീൻഷോട്ട് വെച്ച് 24 ന്യൂസ് പ്രചരിപ്പിച്ചത്. ആ സ്ക്രീൻഷോട്ട് വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ കണ്ടെത്തൽ പോലീസിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ 24 ന്യൂസ് റിപ്പോർട്ടർ ചാനലിനെ തകർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഢാലോചനയാണ് എന്ന് പകൽ പോലെ വ്യക്തമാവുകയാണ് സുജയ.